ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ട്രംപിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടു. പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നുമില്ല, യുദ്ധം തുടരും തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, യുദ്ധം ഇറാനും അതോടൊപ്പം തന്നെ നമ്മളെ അമേരിക്ക ഇസ്രായേലൊക്കെ തമ്മിലാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മളെ രാജ്യം ഇന്ത്യ. പ്രത്യേകിച്ചും നമ്മളെ കേരളത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും നാട്ടിലുള്ള ആളുകളാണ്. ഇന്നത്തെ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതിലെ ഭക്ഷണം കഴിക്കാൻ കയറി, ഒരു നെയ്ച്ചോറ് 75 റുപ്യ. എവിടെ കിടന്നീന 40 തൊട്ട് 50 വരെ കിടന്നീന സംഭവം. ഒരു നെയ്ച്ചോറിന് 75 റുപ്യ, ഒരു പൊറോട്ട 15 റുപ്യ, അതേപോലെ ഒരു ചായ ഇപ്പൊ 13 എത്തിക്കണ്. അതായത് സാധനങ്ങൾക്കൊക്കെ വില കയറുക. പൊതുജനങ്ങളെ വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ യുദ്ധം. അപ്പൊ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരായാലും നമ്മളതോടൊപ്പം ശബ്ദം ശ്രവിക്കുന്ന ആരായാലും നമ്മളെ മെയിനായിട്ട് കൊണ്ടുവരേണ്ട ഒരു കേസ്, സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം നമ്മളെ ജീവിതത്തിൽ വേണം. കാരണം പല സാഹചര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യാനുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ കേസുകളിലൊക്കെ വളരെ രീതിയിൽ നമ്മൾ എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളെ അനാവശ്യ ചെലവുകളും ദൂർത്തുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരോട് പറയാനുള്ളത്, യുദ്ധം എന്നുള്ളത് നടക്കാതിരിക്കട്ടെ, ഇനിയോട് സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സംഭവിക്കണതൊക്കെ പെട്ടെന്ന് നിർത്തട്ടെ. എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പൈസ കൂട്ടിയിട്ട് സാധനങ്ങൾ വിൽക്കാനോ ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. കാരണം നമ്മളെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളരെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമൊക്കെയാണത്. ആ സമയത്ത് അവരെ ഊറ്റുന്ന ഒരു പരിപാടി എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. അത്യാവശ്യം പിന്നെ വർദ്ധിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സാധനങ്ങൾ കിട്ടുമ്പോഴും വില കൂടുമ്പോഴും എല്ലാ സാധനങ്ങൾക്കും വില ബേസിക് ആയിട്ട് നമ്മള് പിന്നെ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എന്ത്, ഊർജം എന്നുള്ളത്. ആ സംഭവത്തിന് ഇപ്പൊ ഈ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില വർധനവുണ്ടാവും. പക്ഷെ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ സഹകരിക്കണം. ആ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, നമ്മളെ കൊള്ളലാഭം നടത്തരുത്. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ. വളരെ സങ്കടത്തോടും വിഷമത്തോടും പറയാണ് നമ്മളെ രാജ്യത്തിന്റെ, അതുപോലെ പ്രത്യേക വിശേഷം നമ്മളെ കേരളത്തിന്റെ, മലബാറിന്റെ, വടക്കൻ കേരളത്തിന്റെ, തെക്കൻ കേരളത്തിന്റെ, കേരളത്തിന്റെ ഏത് മുക്കുമൂലായിക്കോട്ടെ അവിടങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നത് പ്രവാസ ലോകത്തെ പ്രിയപ്പെട്ട നമ്മളെ സഹോദരങ്ങളുടെ വിയർപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവരും കൂടെ ഈ യുദ്ധം ബാധിക്കാതിരിക്കട്ടെ. കാരണം ചെറിയ രീതിയിലൊക്കെ ബാധിച്ചു കഴിഞ്ഞു, പക്ഷെ ബാധിക്കാതിരിക്കട്ടെ. അവരോടൊപ്പം അവരെല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. അപ്പൊ എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സാമ്പത്തിക അച്ചടക്കവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മിതത്വം പാലിക്കുക. മാക്സിമം നമ്മൾ ഭക്ഷണം ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ വീടുകളിലേക്ക് പിന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ ഈ പുറം പോയിട്ടുള്ള ഭക്ഷണം കഴിക്കലൊക്കെ വളരെ ഇതായിട്ടുണ്ട്. പിന്നെ വിശിഷ്യ നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നെ തൊഴിലെടുക്കുന്ന ആളുകളാണ് ഹോട്ടൽ മേഖലയെ വളരെ രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു യുദ്ധം ബാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് എന്ത് ചെയ്യട്ടെ, ഒരു സമാധാനം ഉണ്ടാവട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്നുള്ളത് നമ്മൾ പിന്നെ ആഗ്രഹിച്ചു പോവാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു.